സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് ബീന ആർ ചന്ദ്രന് പരുതൂരിൽ സ്വീകരണം നൽകി. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം നൽകിയത്. പരുതൂരിലെ പ്രതിഭകൾക്ക് അനുമോദനവും നൽകി. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ നേതൃത്വത്തിലാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രന് സ്വീകരണം നൽകിയത്. ഇതോടൊപ്പം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പരുതൂരിലെ അഭിമാന താരങ്ങൾക്ക് അനുമോദനവും ഒരുക്കി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് വിശിഷ്ട വ്യക്തികളെ ചടങ്ങിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. തുടർന്ന് നടന്ന അനുമോദന യോഗം മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പക്ഷെ സ്വന്തം നാട്ടിൽ ഒരു വായനശാലയുടെ മുറ്റത്ത് ഒരു സ്വീകരണം കിട്ടിയ ഏക ചലച്ചിത്ര അവാർഡ് ജേതാവ് ബീന ടീച്ചറായിരിക്കും. അത് ബീന ടീച്ചർ എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. അപ്പൊ പരുതൂരിനെ സംബന്ധിച്ച്, നമ്മുടെ നാടിനെ സംബന്ധിച്ചൊക്കെ വലിയ അഭിമാനമാണ്. ആ നേട്ടത്തിൽ, അതിന്റെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇനിയും വലിയ നേട്ടങ്ങൾ നാടകരംഗത്തും സിനിമയിലും കൈവരിക്കാൻ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം. പ്രശസ്ത നടനും എഴുത്തുകാരനുമായ വി.കെ. ശ്രീരാമൻ, ചലച്ചിത്ര ഗാനരചയിതാവ് ബി.കെ. ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ ആർക്കും എളുപ്പത്തിൽ നാടകത്തിൽ അഭിനയിക്കാൻ കഴിയുകയില്ലെന്ന് വി.കെ. ശ്രീരാമൻ സൂചിപ്പിച്ചു. അപ്പോൾ ഈ സിനിമയിൽ ആർക്കും അഭിനയിക്കാം, അതുപോലെയല്ല നാടകത്തിൽ അഭിനയിക്കാം. നാടകത്തിൽ അഭിനയിക്കണമെങ്കിൽ അതിന് പരിശീലനം വേണം, അതിലും കൂടുതൽ പരിശീലനം വേണം. കഥകളി മുതലായിട്ടുള്ള അഭിനയക്കാർക്ക് അവർക്ക് അതിൽ അഭിനയിക്കണമെങ്കിൽ വർഷങ്ങളുടെ പരിശീലനം വേണം. അപ്പൊ എം.ടിയുടെ അവാർഡിന്റെ പിന്നിൽ കൊടിക്കുന്നിൽ ഭഗവതി ഉണ്ട് എന്നുള്ളതാണ് എം.ടി പരോക്ഷമായിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യം. കാരണം ഇപ്പോഴും അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. മച്ചിനകത്ത ഭഗവതി, കൊടിക്കുന്നിൽ ഭഗവതി. അപ്പൊ ആ കൊടിക്കുന്നില് നിന്ന് ഒരു ബീന ടീച്ചർക്ക് അവാർഡ് കിട്ടാൻ എന്തുകൊണ്ട് ഇത്ര വൈകി? കാരണം അത്രയും പെർഫോമൻസ് അവരുടെ നാടകം കണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പെർഫോമൻസ് ഒന്നും അറിയാം. അത്ര മാത്രം സാധാരണ നാടകത്തിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും സിനിമയിൽ ശോഭിച്ചോളുന്നില്ല. അതുപോലെ കഥകളി, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എത്രയോ വർഷങ്ങൾ വേണം ഒരു കഥകളി നടനായിട്ട്. ആ കഥകളി നടനെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ വന്നാൽ ശോഭിച്ചോളുന്നില്ല. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗം പി. ശ്രീനിവാസൻ, പി.കെ. ചെല്ലുക്കുട്ടി, കെ.സി. അലി ഇക്ബാൽ, ടി. സുധാകരൻ, വായനശാല സെക്രട്ടറി പി. സുധീർ, അനിൽ, ഹരിദാസ്, എം.പി. ശശി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. വായനശാല വൈസ് പ്രസിഡന്റ് എം. മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. പരുതൂരിലെ അഭിമാന താരങ്ങളായ രുദ്ര വിപിൻ, പി.ടി. അലീന, ഫിദ ഫർഹ, ഋതു കൃഷ്ണ എന്നിവർക്കും കേരളോത്സവം പഞ്ചായത്ത് തലത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ക്ലാസിക് നാടോറമ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ പരുതൂർ ലൈബ്രറി യുവജനവേദി ടീം എന്നിവർക്കുമാണ് അനുമോദനം നൽകിയത്. മുഖം മാസിക തയ്യാറാക്കിയ ബീന ആർ ചന്ദ്രന്റെ സ്പെഷ്യൽ എഡിഷന്റെ പ്രകാശനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. തുടർന്ന് ബീന ആർ ചന്ദ്രന്റെ ഏകപാത്ര നാടകാവതരണവും ഉണ്ടായിരുന്നു. വേദിയിൽ നിൽക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. വിഷമെന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ അവാർഡ് കിട്ടിയ എൻ്റെ ഗുരുക്കന്മാരോട് ഇരിക്കുന്നുണ്ട്, എൻ്റെ പ്രിയ സുഹൃത്ത് അനിത ടീച്ചർ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ ഇരിക്കുന്ന ഈ ഒരു സാന്നിധ്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് അവാർഡ് എൻ്റെ ഈ ഒരു സ്വീകരണം ഏറ്റുവാങ്ങുകയാണ്. ചിലപ്പോൾ ഈ അവാർഡ് പ്രഖ്യാപനം ആദ്യം നടന്നതുകൊണ്ടായിരിക്കാം വരും കാലങ്ങളിൽ അതും സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരുപാട് സന്തോഷം എന്ന് പറയുമ്പോൾ ഈ നാട് വളർത്തിയ ഒരു കുട്ടിയാണ് ഞാൻ. ഈ ലൈബ്രറി, ഈ പരുതൂർ ഗ്രാമം വളർത്തിക്കൊണ്ടുവന്ന ഒരു കുട്ടിയാണ് ഞാൻ. എൻ്റെ നാട് തരുന്ന അനുമോദനം
അതിൻ്റെ ഒരുപാട് സന്തോഷം.